അബോർഷന് ശേഷം ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ? ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്നവർക്ക് അബോർഷൻ ഏറെ മാനസിക ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന ഒന്നായിരിക്കും. ആദ്യ 3 മാസങ്ങളിൽ അബോർഷൻ സാധ്യത ഏറെയാണ്. ചിലരിൽ ഗർഭകാലം മുഴുവനും ഈ സാധ്യത കൂടുതലാണ്. ആദ്യ 3 മാസങ്ങളിൽ മാത്രം റെസ്റ്റ് എടുക്കേണ്ടി വരുന്നവരും പ്രസവകാലം മുഴുവൻ റെസ്റ്റ് എടുക്കേണ്ടി വരുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് ആദ്യ കുഞ്ഞിന് അബോർഷൻ സംഭവിച്ച ആളാണെങ്കിൽ. ആദ്യ അബോർഷന് ശേഷം രണ്ടാമത് ഗർഭധാരണം ആരോഗ്യകരമാക്കുക, ആദ്യത്തെ ഗർഭത്തിന് സംഭവിച്ച പോലെ വരാതിരിക്കുക എന്നതുമായിരിക്കും എല്ലാവരുടെയും ആഗ്രഹവും മുൻഗണനയും. ഇതിന് ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട്. ചിലർക്ക് തുടർച്ചയായി ഗർഭമലസാം. അത്തരക്കാർക്ക് ഇതിന് കാരണമായി വരുന്ന മെഡിക്കൽ പ്രശ്നം കണ്ടെത്തുക. ഇതിനായി വിദഗ്ധ പരിശോധനകൾ വേണ്ടിവരും. രക്തം കട്ട പിടിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ഹോർമോൺ പ്രശ്നങ്ങൾ, സ്വയം രോഗപ്രതിരോധ വൈകല്യങ്ങൾ, പ്രമേഹം, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നിവ കാരണം മിക്കപ്പോഴും ആവർത്തിച്ചുള്ള ഗർഭമലസൽ സംഭവിക്കുന്നു. ഇവ കൂടാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവും ഗർഭമലസാം. ഇത് കണ്ടെത്തി ഇക്കാര്യത്തിൽ ആദ്യ പരിഹാരം തേടണം. ഇതിനുശേഷം ഗർഭധാരണത്തിന് ശ്രമിക്കുന്നതാകും നല്ലത്. ഗർഭിണിയാകും മുമ്പ് തന്നെ ഫോളിക് ആസിഡ് പോലുള്ള പല വൈറ്റമിനുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. ഇത് അബോർഷനും ഇതുപോലെ കുഞ്ഞിനുണ്ടാകുന്ന വൈകല്യങ്ങളും ഒഴിവാക്കാൻ ഏറെ അത്യാവശ്യമാണ്. ആരോഗ്യകരവും പോഷകസമൃദ്ധവുമായ ഭക്ഷണക്രമം പാലിക്കേണ്ടതും പ്രധാനമാണ്. എല്ലാ ദിവസവും കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. ആരോഗ്യമുള്ള ശരീരത്തിന് ഇത് പ്രധാനമാണ്. ഗർഭധാരണത്തിന് ഗർഭകാലത്തുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വെള്ളവും അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഗർഭധാരണത്തിന് മിതമായ കുറഞ്ഞ കാഠിന്യമുള്ള വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നടക്കാൻ പോവുക, നീന്തുക, യോഗ പരിശീലിക്കുക, കുറച്ച് ലളിതമായ എയറോബിക്സും നടത്തുക തുടങ്ങിയ വ്യായാമങ്ങൾ പരീക്ഷിക്കാവുന്നതാണ്. ഇത് ഗർഭം അലസുന്നതിന് ശേഷം ശരീരം വീണ്ടും ഒരു ഗർഭധാരണത്തിന് തയ്യാറാക്കും. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തേണ്ടതും പ്രധാനമാണ്. അമിത വണ്ണവും തൂക്കവും തീരെ കുറയ്ക്കുന്നതും അബോർഷൻ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. മാനസിക ആരോഗ്യവും ഏറെ പ്രധാനമാണ്. സ്ട്രെസ്, ടെൻഷൻ എന്നിവയെല്ലാം തന്നെ അബോർഷൻ സാധ്യത വർദ്ധിപ്പിക്കുന്നു. സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യുക. ഇത് ആരോഗ്യകരമായ ഗർഭധാരണത്തിന് ഏറെ പ്രധാനമാണ്. ഇതുപോലെ അബോർഷന് ശേഷം 3 മാസം കഴിഞ്ഞ് മാത്രം ഗർഭധാരണത്തിന് ശ്രമിക്കുന്നതാണ് നല്ലത്. ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. Ethnic Health Code, forward to good health.